ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തെത്തി അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി. അത് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിനകത്തുള്ള 22 തീർത്ഥക്കുളങ്ങളിൽ നമ്മൾ ഇറങ്ങി കുളിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മുടെ തലയിലേക്ക് ഈ 22 തീർത്ഥക്കുളങ്ങളിൽ നിന്നും വെള്ളം ഒഴിച്ചു തരാൻ അവിടെ ആൾക്കാരുണ്ട്. നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അങ്ങനെ ചെയ്തു തരും. അപ്പോൾ 22 കുളങ്ങളിലെയും വെള്ളം നമ്മുടെ തലയിൽ ഒഴിച്ച് ഭഗവാനെ കണ്ട് ഇതിൽ പരം ഒരു അതിരറ്റ ഒരു സന്തോഷവും അതുപോലെ തന്നെ ഒരു സായുജ്യവും നമുക്ക് വേറെയില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തീർത്ഥങ്ങളും ആടികോടി തീർത്ഥമാടി ഭഗവാനെ കണ്ട് സായുജ്യമടങ്ങുന്ന ആ ഒരു സന്തോഷം നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തോ നേടിയ ഒരു പ്രതീതിയാണ് നമ്മുടെയൊക്കെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ അമ്പലദർശനമൊക്കെ നടത്തുന്ന സമയത്ത് എല്ലാ വഴിപാട് പോലെ ഓരോ അമ്പലങ്ങളിൽ കയറി തിക്കിത്തിരക്കി മനസ്സമാധാനമില്ലാതെ എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ കയറും, പോകും, ഓടും. ഏതാണ് അമ്പലം, എവിടെയാണ് കയറിയത്, എന്താണ് ചെയ്തതെന്നൊന്നും നമുക്കൊരു ഓർമ്മയും പിന്നെ ഇതും ഉണ്ടാവില്ല. അപ്പോൾ അമ്പലങ്ങളിലെല്ലാം കയറി കഴിഞ്ഞ് ശേഷം ഏതൊക്കെ അമ്പലത്തിൽ പോയി എന്ന് പോലും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ ഒരു ടീമിൻ്റെ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഏതൊക്കെ അമ്പലത്തിലാണ് പോയത്, അമ്പലത്തിൽ ഓരോ അമ്പലങ്ങളിൽ പോയി അവിടെ വഴിപാടുകൾ എങ്ങനെ ചെയ്യണം, ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് നമ്മൾ മനസ്സമാധാനം ഇല്ലാതെ നടക്കുന്നതിൽ പരം ഒരമ്പലത്തിലേക്ക് പോയിട്ടുള്ളെങ്കിൽ ആ അമ്പലത്തിലെ കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, ആരെ കാണണം, അവിടുത്തെ അമ്പലത്തിലെ ആ അമ്പലത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിൽ തട്ടത്തക്ക ഇപ്പം നമ്മൾ ഒരമ്പലം പറയുകയാണെങ്കിൽ ആ അമ്പലത്തിലെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുത്തക്ക രീതിയിലാണ് അവർ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതാണ് രാമേശ്വരം. അപ്പം ഈ രാമേശ്വരത്തെക്കുറിച്ച് പറയുമ്പം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഭഗവാന്റെ ഓരോ കാര്യങ്ങളുമാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പം ഭഗവാനെ കണ്ട് സായുജ്യം അടങ്ങുന്ന ഏതൊരു മനുഷ്യർക്കും അതേപോലെ തന്നെ ഈ ഭഗവാനെ കാണേണ്ട പ്രതിഷ്ഠ തന്നെയാണ്. എല്ലാവരും വന്ന് തൊഴേണ്ട അമ്പലമാണ്. രാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാദേവൻ്റെ വിഗ്രഹമാണ്. അതേപോലെ തന്നെ രാമായണത്തിൻ്റെ സാരം മുഴുവനും അടങ്ങിയിരിക്കുന്ന വിഗ്രഹമാണ്. ഇത് നിങ്ങൾ എല്ലാവരും കാണുക തന്നെ വേണം. അപ്പം നമ്മളിതെല്ലാം കണ്ടു തൊഴുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറേ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ എല്ലാ മുക്കുമൂലയെല്ലാം കണ്ടും മനസ്സിന് ഭയങ്കര സന്തോഷമായി സായുജ്യത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പം ഈ പൂജകളെല്ലാം കണ്ടതിൻ്റെ നിർവൃതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി